അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കി നോക്കാം. ഇവിടെ ഞാനാണ് ഷോമാൻ, നീ അസിസ്റ്റന്റ് ഷോമാൻ. ഓവർ പവർ ചെയ്യരുത്. എന്തായിരുന്നു സോപ്പ്? എല്ലാത്തിനും പേര് മറന്നു. ഗാർബേജ്, ഡ്രെയിനേജ്, അലക്കാനുള്ള തുണിയിടുന്ന സാധനം, പേരെന്നോട് മറന്നുപോയി. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ലിഡാണ്. ഇത് എങ്ങനെയാണ് അത് മടക്കി ഒതുക്കി ചുരുട്ടിയാണ് ഇവർ വെച്ചിരിക്കുന്നത്. അപ്പം ഇത് ഡ്രസ്സിലാണ്, അലക്കാനുള്ള ഡ്രസ്സിടാവുന്ന സാധനം. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും കുറച്ച് വലുപ്പം കുറവാണെന്ന് തോന്നുന്നു. ഇയാളുടെ ഡ്രസ്സ് തന്നെ മാത്രം ഇതിലേക്ക് വേണ്ടി. ഇതിൽ ഒന്നുകൂടെ ഉണ്ട്, അത് വേറെ ഏതെങ്കിലും കവറിലുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ലിഡാണ്. അപ്പോൾ ഡ്രസ്സ് അവിടെ ഇവിടെയും കൊണ്ടിടുന്നതിന് പകരം ഇത് വെച്ചാൽ കുറച്ചുകൂടെ എസ്തെറ്റിക് ആവുമല്ലോ. അപ്പോൾ അതുവേണ്ടി വാങ്ങിയതാണ്. മെറ്റീരിയൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ ഇത് അതാണ്. ആ കാല് മുറി, അങ്ങോട്ടേക്ക് നിൽക്ക്. ഈശ്വര, ഇതെങ്ങനെ ഞാൻ ഇതിനെ തുറക്കും? ഇത് ഇവയ്ക്ക് വാങ്ങിയ സാധനമാണ്. ഇത് മറ്റേ നമ്മളെ പ്രേമലു സ്റ്റൈൽ തട്ടിയാകുന്ന സാധനമാണ്. പക്ഷെ അത് അവിടെ അതിൽ വേറൊരു ബൊമ്മയായിരുന്നു. ഇത് പാണ്ടയാണ്. പാണ്ട പാണ്ടല്ല പാണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ സിലിക്കോൺ നൈറ്റ് ലൈറ്റ് കത്തുന്നുണ്ട്, കാണുമോ എന്നറിയില്ല. ലൈറ്റ് ഉള്ളതിനെ കൊണ്ട്. ഓക്കെ, ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ ഇതിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ്. അത് കൊള്ളാല്ലേ? എങ്ങനെയുണ്ട്? തരൂല. കൊള്ളാലോ, തട്ടിയത്. അതാണ്. അപ്പോൾ ഇത് ടോട്ടലി വർത്തായിരുന്നു. ഇപ്പം തരൂല. അപ്പോൾ ഇത് ഈ ബോമ ഞാൻ രസം കളർഫുൾ ആകുന്നതിന് കുറച്ചുകൂടെ ഒരു എസ്തെറ്റിക് ഇതാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്, കൊള്ളാം. ഇതിലിങ്ങനെ 3 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഓണ്, ഓഫ്, പിന്നെ 30 കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു 30 സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഓരോ ലൈറ്റായിട്ട് മാറുന്ന സംഭവമാണെന്ന് തോന്നുന്നു. 3 ഓപ്ഷൻസ് ഉണ്ട്, കാണാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് തോന്നുന്നു. ചാർജർ ഉണ്ട്, ചാർജ് തീരുമ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേറെ എന്തിനാ ചാർജറിൽ. അപ്പോൾ ഓണുണ്ട്, ഓഫുണ്ട്, 30 എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു ഇൻ്റലക്ച്വൽ പ്രകാരം 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഇത് മാറുന്നതായിരിക്കണം. അടുത്തതൊരു ലോങ് ബോക്സ് ആണ്, നോക്കി നോക്കാം. ഇതൊരു മെയിൻ ഐറ്റമാണ്. ഇത് റിട്ടേൺ ഡേറ്റ് കഴിയല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് തന്നെ. ഇത് ആക്ച്വലി ട്രൈപോഡ് 3 അപ്പോൾ ട്രൈപോഡാണ്. എന്നൊക്കെ പറയുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. മറ്റേ ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മളെ മോഷൻ ട്രാക്കിംഗ് ആണ്. എത്രത്തോളം വർക്കാവെന്ന് അറിയില്ല. ഇത് ഭയങ്കര വലിയ ബ്രാൻഡിൻ്റെ ഒന്നുമല്ല. ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് C17A ജിംബൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 3000 സംതിങ് ആണ് ഇതിൻ്റെ, പറയട്ടെ, 3000 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഇത് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നിൻ്റെത്. അത് വന്ന സമയത്ത് മാനുവൽ ഇതിൻ്റെ ഒരു ആപ്പാണ് ഇതിനുണ്ടായിരുന്നത്. ആപ്പ് QR സ്കാൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് പോയപ്പോൾ ഗിബ്ലി അങ്ങനെ എന്താണ് പേര്, ബിബ്ലി അങ്ങനെ എന്താണ് പേര്. അപ്പോൾ അത് പറഞ്ഞാൽ ഫുള്ള് ചൈനീസ്. അതിൻ്റെ ട്രാൻസ്ലേഷനോ അല്ലെങ്കിൽ ഞാൻ നമ്മളെ ഫോണിലുള്ള AI വെച്ചിട്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തു നോക്കി. പക്ഷേ വീഡിയോ ഫുള്ളായി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്തു. അപ്പോൾ പിന്നെ വാങ്ങിയതാണിത്. എന്താണ് നമുക്കുള്ളത് അടുത്ത phase 2 ഓഫ് അൺബോക്സിങ്ങിൽ നോക്കാം. അപ്പോൾ ഇത് വരുന്നത്, ഇത് കംപ്ലീറ്റ്ലി ഇവയ്ക്കുള്ളതാണ്, കളിപ്പാട്ടല്ല, പഠിക്കാനുള്ളതാണ്. ഇത് ഈ ഓരോ കാർഡ് ഇടുന്നതിനനുസരിച്ച് ആനിമൽസ് ആൻഡ് സംതിങ് എന്തൊക്കെയോ കുട്ടിയൊക്കെ പറ്റുന്ന ആണ്ട്, ഡാഡ്, മമ്മിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ പ്ലാന്റ്സ്, ആനിമൽസ്, ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ ഇതുള്ള നമ്മളെ ബുക്കിൽ ഇങ്ങനെ വായിക്കില്ലോ, A for ആപ്പിൾ, ആ സംഭവം തന്നെയാണെന്ന് തോന്നുന്നു. അത് ഈ മെഷീനിൽ പണ്ട് നമ്മൾ ക്യാമറ ഉണ്ടായിരുന്നു, ക്ലിക്ക് ചെയ്യുമ്പോൾ മാറിപ്പോകുന്നത് ആ സെയിം സാധനമല്ല. അതെന്തിനാണ് ഞാനിവിടെ ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ സം കൈൻഡ് ഓഫ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതിങ്ങനെ കാർഡ് ഇടുമ്പോൾ അതിൻ്റെ കാർഡ് ഫോട്ടോ കാണുകയും പിന്നെ അതിൽ നിന്ന് വോയിസ് വരും തോന്നുന്നു. കാർഡ് ഏർലി
കാർഡ് ഏർലി എഡ്യൂക്കേഷൻ ഡിവൈസ് സ്പീക്കറൊക്കെ എൻ്റെ ഫോട്ടോ കാണുന്നുണ്ട്. ഫുൾ ഡെവലപ്പ് യുവർ ബേബീസ് ഇമാജിനേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇമാജിനേഷൻ ഉണ്ടാവുമോ നോക്കാം. ഇപ്പോൾ പൊളിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് ഫേസ് 2 ഇതിൻ്റെ അൺബോക്സിങ് കാണാം. ഓക്കോ, അപ്പോൾ അടുത്തത് നോക്കാം. ഇത് പ്രൊഫഷണൽ ബ്രൈഡൽ ഫേഷ്യൽ കിറ്റാണ്. ബ്രൈഡാണെന്നില്ല, നമുക്ക് ഉപയോഗിക്കാം. ഫേഷ്യൽ കിറ്റാണ്. അപ്പോൾ പരിപാടികളൊക്കെ വരുന്നുണ്ട്. കസിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട്, വേറെ ഫ്രണ്ട്സിൻ്റെ മാരേജ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഫേഷ്യൽ കിറ്റാണ്. നോക്കാം. അത് ഇതിൻ്റെ മുകളിലത്തിനുണ്ട്. ഫ്രിഡ്ജിൻ്റെ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സാണ്. ഇത് സെയിം, ഈ ഫോട്ടോ കാണുന്ന സെയിം സാധനമാണ്. ഈ ഡോർസിൽ വെക്കുന്ന, നമ്മുടെ ഡോറിൽ എപ്പോഴും നമുക്ക് അടുത്ത് തേങ്ങാമുറിയും ചെറുനാരങ്ങയും പച്ചമുളകും കറിവേപ്പിലും തൊണ്ടൊക്കെ ഇടുന്നതിന് പകരമല്ല, അതാണ് ഇടാൻ പോകുന്നത്. പക്ഷേ അത് കുറച്ച് എസ്തെറ്റിക് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടെയ്നേഴ്സ് മേടിച്ചാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു, പൈസ ഓർമ്മയില്ല. ഫേസ് 2 പറയാം, ഡിസ്കസ് ചെയ്യാം.